ഫെബ്രുവരി 16 ഈ തീയതിയിൽ തിരുസഭ അനുസ്മരിക്കുന്ന വിശുദ്ധ ജൂലിയാന, വിശുദ്ധ അഗാനൂസ്, വിശുദ്ധ ഏലിയാസ്, വിശുദ്ധ ജെറേമിയാസ്, വിശുദ്ധ ഇസയാസ്, വിശുദ്ധ സാമുവൽ, വിശുദ്ധ ദാനിയേൽ. വിശുദ്ധ ജൂലിയാന 285-304 കാലഘട്ടത്തിലാണ് വിശുദ്ധ ജൂലിയാന ജീവിച്ചിരുന്നത്. പാശ്ചാത്യ സഭയിലും പൗരസ്ത്യ സഭയിലും ആദിമകാലം മുതലേ വണങ്ങിയിരുന്ന കന്യകയായ രക്തസാക്ഷിണിയാണ് വിശുദ്ധ ജൂലിയാന. വേദപാരംഗതനായ ബീഡ് തൻ്റെ രക്തസാക്ഷി ചരിത്രത്തിൽ ജൂലിയാനയുടെ നടപടികൾ എന്ന ഗ്രന്ഥത്തെ ആലംബമാക്കി കൂടുതൽ വിവരങ്ങൾ നൽകുന്നുണ്ട്. പ്രസ്തുത ഗ്രന്ഥമനുസരിച്ച് ജൂലിയാന ജീവിച്ചിരുന്നത് നിക്കോദോമിയയിലാണ്. സെനറ്റർ എലിസബസുമായി വിവാഹം നിശ്ചയിച്ചിരിക്കുമ്പോഴാണ് ജൂലിയാനയുടെ രക്തസാക്ഷിത്വം നടക്കുന്നത്. ജൂലിയാനയുടെ പിതാവ് ആഫ്രിക്കാനോസ് ഒരു വിജാതീയനും ക്രൈസ്തവ വിരുദ്ധനുമായിരുന്നു. മാക്സിം മിനിയാനൂസിൻ്റെ മർദ്ദനകാലത്ത് വളരെയേറെ പീഡനങ്ങൾക്ക് ശേഷം അവളുടെ ശിരസ് ഛേദിക്കപ്പെടുകയാണ് ഉണ്ടായത്. താമസിയാതെ ഒരു കുലീന വനിത നിക്കോദോമിയായി സന്ദർശിക്കുകയും ജൂലിയാനയുടെ പൂജ്യാവശിഷ്ടം ഇറ്റലിയിലേക്ക് കൊണ്ടുപോയി കമ്പാനിയായിൽ സംസ്കരിക്കുകയും ചെയ്തു. ജൂലിയാനയുടെ നടപടി പുസ്തകത്തിൽ പിശാചുമായി അവൾ നടത്തിയ സമരങ്ങൾ വിവരിച്ചിട്ടുണ്ട്. വിശുദ്ധയുടെ ചിത്രത്തിൽ ഒരു പിശാചിനെ ചങ്ങല കൊണ്ട് ബന്ധിച്ചിട്ടുള്ളതും വിശുദ്ധ അതിനെ വലിച്ചിഴയ്ക്കുന്നതുമായിട്ട് കാണുന്നത്. നിക്കോദോമിയയിലെ വിശുദ്ധ ജൂലിയാന റോമൻ സെനറ്ററായ എലിസൂസുവിനെ വിവാഹം കഴിക്കുവാൻ വിസമ്മതിച്ചപ്പോൾ ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൻ്റെ പേരിൽ രക്തസാക്ഷിത്വം വരിച്ചു എന്നാണ് പറയപ്പെടുന്നത്. ജൂലിയാനെ വിവാഹം കഴിക്കുവാൻ എലൂഷ്യസ് പലതവണ അപേക്ഷിച്ചു. പക്ഷേ ക്രിസ്തുവിൻ്റെ വധുവായി അവൾ അത് നിരസിച്ചു. പീഡിപ്പിക്കപ്പെട്ടിട്ടും ക്രിസ്തുവിനോടുള്ള ഭക്തി കാരണം കന്യകയായി തുടരാൻ ജൂലിയാന തീരുമാനിച്ചു. നാട്ടവാറടി, മുടിയിൽ പിടിച്ച് കെട്ടിത്തൂക്കുക, തിളയ്ക്കുന്ന തീനാളങ്ങളുടെ മുന്നിൽ വയ്ക്കുക, ഒടുവിൽ ശിരച്ഛേദം ചെയ്യുക എന്നിവയായിരുന്നു ജൂലിയാന അനുഭവിച്ച പീഡനങ്ങൾ. ശിരച്ഛേദം ചെയ്യുമ്പോൾ ജൂലിയാനയ്ക്ക് 18 വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ. അവളുടെ സ്ഥിരോത്സാഹം, ദൈവത്തോടുള്ള സ്നേഹം, യഥാർത്ഥ ധൈര്യം എന്നിവ ഇന്നും ഒരു പ്രചോദനമായി തുടരുന്നു. ക്രിസ്തുമതത്തിൻ്റെ പേരിൽ സഹിച്ച കഷ്ടപ്പാടുകൾ കൊണ്ടാണ് വിശുദ്ധ ജൂലിയാന പ്രശസ്തയായത്. രോഗങ്ങളുടെ രക്ഷാധികാരിയായിട്ടാണ് തിരുസഭ വിശുദ്ധ ജൂലിയാനയെ അംഗീകരിച്ചിരിക്കുന്നത്. 1737 പോപ്പ് ക്ലെമന്റ് 12 മാർപ്പാപ്പ അവരെ വിശുദ്ധയായി പ്രഖ്യാപിച്ചു. പ്രസവവേദന അനുഭവിക്കുന്ന സ്ത്രീകളും ഗുരുതരമായ രോഗങ്ങളുള്ളവരും വിശുദ്ധ ജൂലിയാനയിൽ നിന്ന് സംരക്ഷണം നേടുന്നു. വിശുദ്ധ ജൂലിയാനയെ ഈ ലോകത്ത് ക്യാൻസർ രോഗബാധിതരായ അനേകം പിഞ്ചു കുഞ്ഞുങ്ങളും മാതാപിതാക്കന്മാരും പ്രായമായവരും ഉണ്ടാവും. വിശുദ്ധ ജൂലിയാനയെ ഇവരെയെല്ലാം പിതാവായ ദൈവത്തിൻ്റെ മുൻപിൽ സമർപ്പിച്ചുകൊണ്ട് അവരുടെ രോഗങ്ങൾ പൂർണ്ണമായി മാറി അവർ സൗഖ്യം പ്രാപിക്കുവാൻ അവർക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ.